എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 15ാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥ കേൾക്കാം. 15ാം ദിനവും ഭോജരാജാവ് സിംഹാസനാരോഹണ ചടങ്ങിനായി എത്തിച്ചേർന്നു. 14 പടികളും കയറി മുകളിലെത്തിയ ഭോജരാജാവിനെ അടുത്ത പടിയിൽ നിന്ന് അനൂപവതി എന്ന സാലഭഞ്ജിക തടഞ്ഞു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ അനന്തമഹത്വത്തെക്കുറിച്ച് ഇത്രയേറെ അറിഞ്ഞിട്ടും സിംഹാസനമോഹം ഇനിയും ഉപേക്ഷിക്കാറായില്ലേ മഹാരാജാവേ? അങ്ങയുടെ അറിവിലേക്കായി ഞാൻ ഒരു കഥ കൂടി പറയാം. വിജയാനന്ദൻ, വിമലാനന്ദൻ, ശൂരാനന്ദൻ എന്നിങ്ങനെ 3 സഹോദരന്മാർ പുഷ്കലം എന്ന രാജ്യത്ത് ജീവിച്ചിരുന്നു. അവരുടെ ഇളയ സഹോദരിയായിരുന്നു കലാപൂർണിമ. പ്രായപൂർത്തിയായതിനു ശേഷം 3 പേരും കലാപൂർണിമയോട് യാത്ര പറഞ്ഞ് ഒരു ദേശാടനത്തിന് പുറപ്പെട്ടു. കുതിരപ്പുറത്തായിരുന്നു യാത്ര. കാഴ്ചകൾ പലതും കണ്ട് അവർ ഒരു വിജന പ്രദേശത്തെത്തി. അവിടെ ഒരു പുഴയും അതിൻ്റെ തീരത്തായി തകർന്ന ഒരു കൽമണ്ഡപവും അവർ കണ്ടു. കുതിരകളെ സമീപത്ത് ബന്ധിച്ച് പുഴയിലിറങ്ങി കുളിച്ച് കായ്കനികൾ ഭക്ഷിച്ച് അവർ കൽമണ്ഡപത്തിൽ കിടന്നുറക്കമായി. ആ സമയം 3 ദേവസ്ത്രീകൾ ഭൂമിയിലെത്തി ആ നദിയിൽ കുളിക്കാനിറങ്ങി. ഏറെ നേരം നീന്തിത്തുടിച്ച് കുളിച്ചു കയറി അവർ മടങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ അംഗസൗഷ്ഠവമുള്ള 3 യുവാക്കൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു. ആ യുവാക്കളെ കണ്ട് ദേവസ്ത്രീകൾ ആകൃഷ്ടരായി. അവരെ വിവാഹം കഴിക്കണമെന്ന് ദേവസ്ത്രീകൾക്ക് തോന്നി. ആ മോഹം സാക്ഷാത്കരിക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നവർക്കറിയാമായിരുന്നു. കാരണം മനുഷ്യരെ ദേവലോകത്ത് പ്രവേശിപ്പിക്കില്ല. മാത്രമല്ല, ഏതെങ്കിലും മനുഷ്യൻ ദേവസ്ത്രീയെ കാക്ഷിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്താൽ അശങ്കു എന്ന അതിഭയങ്കരമായ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കും. അതിൻ്റെ ലാവ ലോകങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിക്കും. ആ യുവാക്കൾ തങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് അകന്നു മാറി പോകരുത്. എന്നും രാത്രി ഭൂമി സന്ദർശിക്കുന്ന വേളയിൽ അവരെ കാണണം. അതിനുള്ള വഴി അവർ കണ്ടെത്തി. ആ 3 യുവാക്കളെയും ദേവസ്ത്രീകൾ പ്രതിമകളാക്കി മാറ്റി. അവ രാത്രിയിലെ കണ്ണു തുറക്കൂ. പകലെല്ലാം വെറും കാഴ്ചവസ്തുവായി രാത്രി മാത്രം ജീവിക്കുന്ന ശിലാപ്രതിമകൾ. ദേശസഞ്ചാരത്തിന് പുറപ്പെട്ട് കല്ലുകളായി മാറിയ വിജയാനന്ദനും വിമലാനന്ദനും ശൂരാനന്ദനും നിസ്സഹായരായി ആ വിജനപ്രദേശത്ത് നിന്ന് രക്ഷ കാണാനാവാതെ നിലകൊണ്ടു. രാത്രികളിൽ ദേവസ്ത്രീകളുടെ സാന്നിധ്യത്തിൽ മാത്രം അവർ മനുഷ്യരൂപികളായി. ഒരു നാൾ പുലരിയിൽ മടങ്ങിയ സമയം ശൂരാനന്ദനെ പഴയപടി ശിലയാക്കി മാറ്റാൻ ഒരു ദേവസ്ത്രീ മറന്നുപോയി. അവർ മടങ്ങിപ്പോയതോടെ ശൂരാനന്ദൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചു. തൻ്റെ 2 സഹോദരന്മാർ ശിലകളായി തുടരുകയാണ്. അവരെ കൂടി രക്ഷപ്പെടുത്തണം. അതിനെന്താണ് വഴി? ആകെ കിട്ടിയിരിക്കുന്നത് ഒരു പകലാണ്. സന്ധ്യ മയങ്ങുമ്പോഴേക്കും ദേവസ്ത്രീകൾ മടങ്ങിയെത്തും. അതിനു മുൻപ് മറ്റു 2 പേരെയും രക്ഷപ്പെടുത്തണം. ഒപ്പം തനിക്കും മോചനം വേണം. ആ കല്ലുകളെ അവിടെ നിന്ന് ഇളക്കാൻ ശൂരാനന്ദൻ ശ്രമിച്ചു നോക്കി. പക്ഷേ കല്ലുകൾക്ക് അനക്കമില്ല. നിരാശനായി ശൂരാനന്ദൻ ആ വിജനദേശത്ത് അലഞ്ഞു. മറ്റൊരു മനുഷ്യജീവിയെ കാണാനില്ല. ആരോട് സഹായം ചോദിക്കും? ശൂരാനന്ദൻ ആകെ വിഷമത്തിലായി. നെഞ്ചുരുകി അയാൾ ഈശ്വരനെ വിളിച്ചു കരഞ്ഞു. ആ സമയം ദിവ്യതേജസ്സുള്ളൊരു മഹർഷി അതുവഴി നടന്നു വന്നു. ശൂരാനന്ദൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. തൻ്റെ സങ്കടസ്ഥിതി ആ മഹാത്മാവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. സന്യാസി കുറേ നേരം കണ്ണടച്ചു നിന്നിട്ട് നിലത്തു നിന്ന് 7 കല്ലുകൾ പെറുക്കിയെടുത്തു. എന്നിട്ട് ആ കല്ലുകൾ കയ്യിൽ മുറുകെ പിടിച്ച് കുറേ നേരം എന്തോ മന്ത്രം ചൊല്ലി. അതിനുശേഷം ശൂരാനന്ദനോടായി ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞേ, നീ വിഷമിക്കേണ്ട. ഇതാ 7 കല്ലുകൾ. ഇത് കയ്യിലുള്ളിടത്തോളം കാലം നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം ദേവസ്ത്രീകൾ വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ മനുഷ്യരാക്കി മാറ്റിയെന്നു കണ്ടാൽ ആ ക്ഷണം അവരെ കൂട്ടി കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടണം. ദേവസ്ത്രീകൾ നിങ്ങളുടെ പിന്നാലെ വരും. ഭയപ്പെടരുത്. അവർ അടുത്തെത്തുമ്പോൾ ഓരോ കല്ല് എടുത്തെറിയുക. അവർ വീണ്ടും വളരെ അകലെയാകും. പുലർന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. മഹർഷിയോട് നന്ദി പറഞ്ഞ് ആ അത്ഭുത കല്ലുകളും സ്വീകരിച്ച് ശൂരാനന്ദൻ സന്ധ്യയാവുന്നതും കാത്ത് ആ കൽമണ്ഡപത്തിൽ കഴിഞ്ഞു. സന്ധ്യയായി. ദേവസ്ത്രീകളെത്തി ശിലാപ്രതിമകളെ മനുഷ്യരാക്കി. ശൂരാനന്ദനെ കണ്ട മാത്രയിൽ അക്കൂട്ടത്തിൽ ഇളയവളായ മധുകരിക പറഞ്ഞു:
ഇന്നലെ നിങ്ങളെ പഴയ പോലെ ചിലയാക്കി മാറ്റാൻ ഞാൻ മറന്നുപോയിരുന്നു. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിന്നെ കൂടാതെ എങ്ങും പോകാൻ എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, എൻ്റെ സഹോദരന്മാർ പ്രതിമകളായി നിൽക്കെ ഞാൻ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെടുക? ശൂരാനന്ദൻ്റെ വാക്കുകൾ മധുകരികയിൽ അനൽപമായ ആനന്ദമുളവാക്കി. ദേവസ്ത്രീകൾ മൂവരും കുളിക്കാൻ പോയ തക്കത്തിന് ശൂരാനന്ദൻ സഹോദരന്മാരെയും കൂട്ടി കുതിരപ്പുറത്ത് കയറി അതിവേഗം പാഞ്ഞു. അതാ, അവർ രക്ഷപ്പെടുന്നു! ദേവസ്ത്രീകളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. അവർ മൂവരും അതിവേഗം ആ കുതിരകൾക്ക് പിന്നാലെ പാഞ്ഞു. അവർ തൊട്ടടുത്തെത്തിയെന്നായപ്പോൾ ശൂരാനന്ദൻ തൻ്റെ മടിയിൽ നിന്നൊരു കല്ലെടുത്ത് അവരുടെ നേരെ എറിഞ്ഞു. അതോടെ അവർ 2 നാഴിക പിന്നിലായി. ഇങ്ങനെ 7 കല്ലുകളും പല ഘട്ടങ്ങളിലായി ശൂരാനന്ദൻ പിന്നിലേക്ക് എറിഞ്ഞ് ദേവസ്ത്രീകളെ പിന്തള്ളി മുന്നോട്ട് പാഞ്ഞു. ദേവസ്ത്രീകൾ നിരാശരായി. തങ്ങൾക്ക് ഈ ഗതി വരുത്തിയത് ഇളയവളായ മധുകരികയുടെ അശ്രദ്ധ മൂലമാണെന്ന് പറഞ്ഞ് അവർ മധുകരികയെ വധിച്ചു കളഞ്ഞു. മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന നേരം ശൂരാനന്ദൻ മധുകരികയുടെ നിലവിളി കേട്ടു. അയാൾക്ക് വിഷമം തോന്നി. സത്യത്തിൽ അവൾ കാരണമാണ് താൻ രക്ഷപ്പെട്ടത്. അവൾ തന്നെ അന്ന് കൽപ്രതിമയാക്കി മാറ്റാതെ പോയത് മനഃപൂർവ്വമായിരുന്നില്ലേ? തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ലേ അവൾ അങ്ങനെ ചെയ്തത്? അയാൾക്ക് അവളെ ഒരു നോക്കുകൂടി കാണണമെന്ന് തോന്നി. കുതിരയെ നിർത്തി അയാൾ പിന്തിരിഞ്ഞു. നീ എന്തു ചെയ്യാനുള്ള പുറപ്പാടാണ്? സഹോദരന്മാർ ചോദിച്ചു. മധുകരികയുടെ ശബ്ദം കേട്ടതുപോലെ എനിക്ക് തോന്നി. അവൾക്ക് എന്തോ ആപത്ത് പിണഞ്ഞിരിക്കുന്നു. ശൂരാനന്ദൻ അകലേക്ക് നോക്കി മെല്ലെ പറഞ്ഞു. അവൾക്ക് എന്തു പറ്റിയെന്ന് നോക്കാൻ പോയാൽ നിന്നെ അവർ വീണ്ടും കൽപ്രതിമയാക്കും. അതിനാൽ സൂക്ഷിക്കുക. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി സഹോദരന്മാർ മുന്നോട്ട് നീങ്ങി. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. ഇനി ആ ദേവസ്ത്രീകൾ അവിടെ നിൽക്കില്ല എന്ന് ശൂരാനന്ദൻ ഉറപ്പിച്ചു. അതിനാൽ അയാൾ വേഗത്തിൽ കുതിരയെ ഓടിച്ച് ആ നിലവിളി കേട്ട സ്ഥലത്തെത്തി. അവിടെ മരണാസന്നയായി കിടക്കുകയായിരുന്നു മധുകരിക. അവൻ അവളെ ചേർത്ത് പിടിച്ച് തേങ്ങിക്കരഞ്ഞു. താൻ മൂലം വധിക്കപ്പെട്ട ദേവകന്യയ്ക്ക് വേണ്ടി അവൻ്റെ ഹൃദയം തേങ്ങി. അവൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. സമീപത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് മണിനാദമുയർന്നു. ശൂരാനന്ദൻ്റെയും മധുകരികയുടെയും പരസ്പര സ്നേഹത്തിൽ സന്തുഷ്ടനായി ശ്രീ മഹാദേവൻ അവരെ അനുഗ്രഹിച്ചു. മധുകരിക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മധുകരികയ്ക്ക് ദേവലോകത്തേക്ക് മടങ്ങിയേ പറ്റൂ. അവൾ ദേവകന്യകയാണ്. മനുഷ്യരുടെ കൂടെ ജീവിക്കാനാവില്ല. ശൂരാനന്ദന് അവളെ വേർപിരിയാൻ വിഷമം തോന്നി. നോക്കൂ, നീ മടങ്ങിയെത്തിയാൽ നിന്റെ കൂട്ടാളികളായ ആ 2 സ്ത്രീകൾ നിന്നെ വീണ്ടും വധിക്കാനൊരുങ്ങില്ലേ? ശൂരാനന്ദൻ ചോദിച്ചു. ഇല്ല, ദേവലോകത്ത് അങ്ങനെ സംഭവിക്കില്ല. മാത്രമല്ല, എന്നെ വധിച്ചതിൽ അവരിപ്പോൾ ദുഃഖിക്കുന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദേവേന്ദ്രനോട് എന്ത് സമാധാനം ബോധിപ്പിക്കുമെന്നോർത്ത് അവരാകെ വേവലാതി പൂണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം ചെന്ന് അവർക്ക് സമാധാനം നൽകട്ടെ, മധുകരിക പറഞ്ഞു. അവൾ ഒരു വീണ ശൂരാനന്ദന് സമ്മാനിച്ചു. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഈ വീണ ഒന്ന് വായിച്ചാൽ മതി. ആ ക്ഷണം ഞാൻ മുന്നിലെത്താം. ഇത്രയും പറഞ്ഞ് മധുകരിക ദേവലോകത്തേക്ക് ഗമിച്ചു. വീണയുമായി ശൂരാനന്ദൻ പുഷ്കലദേശത്തേക്ക് തിരിച്ചു. 7 ദിവസത്തെ യാത്രയുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക്. യാത്രക്കിടയിൽ ഒരു സന്ധ്യ മയങ്ങിയ നേരം ശൂരാനന്ദന് മധുകരികയെ ഓർമ്മ വരികയും വേഗം വീണയെടുത്ത് വായിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം മധുകരിക പ്രത്യക്ഷപ്പെട്ടു. കുറേ നേരം ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിന് ശേഷം അവൾ മടങ്ങുകയും ചെയ്തു. അവർ ഇരുന്നിരുന്ന വള്ളിക്കുടലിന് സമീപത്തായി ഒരു മാന്ത്രികൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ സാന്നിധ്യം ഇരുവരും അറിഞ്ഞതേയില്ല. മധുകരിക അപ്രത്യക്ഷയായതിനു ശേഷം ആ മാന്ത്രികൻ ശൂരാനന്ദൻ്റെ മുന്നിലെത്തി. ഏയ്, നിങ്ങളുടെ കയ്യിലുള്ള ആ വീണ ഇങ്ങു തരൂ. അതെനിക്ക് വേണം. ഇല്ല, അത് സാധ്യമല്ല. നീ എൻ്റെ നാട്ടിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മിക്കണം. എനിക്ക് പലതരത്തിലുള്ള മാന്ത്രികവിദ്യകളും അറിയാം. നിന്റെ വീണ ഞാൻ കവർന്നെടുക്കണോ അതോ മര്യാദയ്ക്ക് തരുന്നോ? കവർന്നെടുക്കാൻ നിനക്ക് കഴിയില്ല. കാരണം എനിക്ക് ആയുധാഭ്യാസം അറിയാം. അത്ര എളുപ്പം എന്നെ കീഴ്പ്പെടുത്താൻ നിനക്ക് കഴിയില്ല, ശൂരാനന്ദൻ ഭയലേശമന്യേ പറഞ്ഞു. നിനക്ക് ആയുധാഭ്യാസം അറിയുമെന്നല്ലേ പറഞ്ഞത്? ശരി, എങ്കിൽ ഞാനൊരു മാന്ത്രിക വാൾ തരാം. ആയുധവിദ്യ അഭ്യസിച്ചവന് ആ വാൾ 100 ഇരട്ടി കരുത്തു നൽകും, മാന്ത്രികൻ അനുദയസ്വരത്തിൽ പറഞ്ഞു. മാന്ത്രികൻ സമാധാനമായി പോകാൻ തന്നെ അനുവദിക്കില്ലെന്ന് ശൂരാനന്ദന് തോന്നി.
ഇനി അവൻ്റെ വഴിക്ക് തന്നെ പോകാം. ശരി, മാന്ത്രിക വാൾ എനിക്ക് തരൂ. എന്നാൽ വീണ അങ്ങോട്ട് തരാം. മാന്ത്രികൻ തൻ്റെ ഗുഹയിൽ സൂക്ഷിച്ചിരുന്ന അത്ഭുതസിദ്ധിയുള്ള വാൾ അവന് സമ്മാനിച്ചു. ആ വാൾ കയ്യിൽ കിട്ടിയ ഉടനെ ശൂരാനന്ദൻ മൂർച്ച നോക്കിയത് മാന്ത്രികൻ്റെ കഴുത്തിലായിരുന്നു. അതോടെ അവൻ്റെ ശല്യം തീർന്നു കിട്ടി. വീണയും മാന്ത്രികവാളുമായി ശൂരാനന്ദൻ യാത്ര തുടർന്നു. അടുത്ത ദിവസം ദേവകന്യകയെ അവൻ വീണ വായിച്ചു വിളിക്കുകയും കുറേ സമയം അവളോടൊത്ത് ചെലവഴിക്കുകയും ചെയ്തു. ആ വനത്തിൽ ഒരു താപസൻ ഉണ്ടായിരുന്നു. ആദ്യം വീണാനാദം കേൾക്കുകയും തുടർന്ന് ദേവകന്യകയുടെ വരവ് കാണുകയും ചെയ്തപ്പോൾ താപസന് കൗതുകമായി. ആ വീണ തൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ദേവകന്യകയോടൊപ്പം തനിക്കും സ്വർഗത്തിൽ പോകാമായിരുന്നു എന്നയാൾ കിനാവ് കണ്ടു. മധുരിക അപ്രത്യക്ഷമായുടൻ താപസൻ ശൂരാനന്ദനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: ആ വീണ എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചു ഭസ്മമാക്കും. ശൂരാനന്ദൻ ഒട്ടും കൂസാതെ അതിന് മറുപടി പറഞ്ഞു: വീണ തരാം, പക്ഷേ പകരം എനിക്കെന്ത് തരും? ധീരനായ ശൂരാനന്ദനോട് എതിരിടുക അത്ര എളുപ്പമല്ലെന്ന് താപസൻ മനസ്സിലാക്കി. അയാൾ അനുനയസ്വരത്തിൽ പറഞ്ഞു: ഞാനൊരു ചെറു ഭരണി തരാം. ഭരണിയോ? അതെന്തിന്? മാങ്ങ ഉപ്പിലിടാനോ? പരിഹസിക്കരുത്, അത്ഭുത ഭരണിയാണിത്. ലോകത്തിലുള്ള ഏതു വസ്തു വേണമെന്ന് പറഞ്ഞാലും ആ ക്ഷണം അത് നിന്റെ മുന്നിലെത്തും, താപസൻ അറിയിച്ചു. എങ്കിൽ പിന്നെ ഇതുപോലൊരു വീണ വേണമെന്ന് ആ ഭരണിയോട് പറഞ്ഞാൽ പോരെ? ശൂരാനന്ദൻ ഒരു ചോദ്യം ഉന്നയിച്ചു. താപസൻ ഒന്ന് ചിരിച്ചു. ആ വീണ ഈ ലോകത്തിൽ കിട്ടുന്ന ഒന്നല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടല്ലേ അത് നിന്നോട് ചോദിച്ചത്. ശരി, സമ്മതം. ഭരണി എവിടെ? വീണ ഞാൻ തരാം. താപസൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഭരണി ശൂരാനന്ദന് നൽകി. ശൂരാനന്ദൻ തൻ്റെ മാന്ത്രികവാൾ അയാൾക്കു നേരെ പ്രയോഗിച്ചു. വെട്ടേറ്റ് താപസൻ ഇഹലോകവാസം വെടിഞ്ഞു. തൻ്റെ വീണയോടൊപ്പം വാളും ഭരണിയും കുതിരയുടെ മേൽ കെട്ടിവെച്ച് ശൂരാനന്ദൻ മുന്നോട്ട് നീങ്ങി. അടുത്ത ദിവസം വീണ്ടും സന്ധ്യ കഴിഞ്ഞ് മധുകരികയെ വിളിച്ചു വരുത്തിയ ശൂരാനന്ദൻ്റെ പ്രവൃത്തി ഒരു രാക്ഷസൻ കണ്ടു. അയാളും ശൂരാനന്ദനെ സമീപിച്ച് ആ വീണ ആവശ്യപ്പെട്ടു. ലോകത്തിൽ മറ്റെന്താവശ്യപ്പെട്ടാലും താൻ നൽകാമെന്നും വീണ മാത്രം ചോദിക്കരുതെന്നും ശൂരാനന്ദൻ പറഞ്ഞപ്പോൾ രാക്ഷസൻ ക്രുദ്ധനായി. മര്യാദ കൊണ്ട് അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ശൂരാനന്ദൻ മനസ്സിലാക്കി. അതിനാൽ അടുത്ത അടവ് പ്രയോഗിച്ചു. വീണ തരാൻ എനിക്ക് സമ്മതമാണ്, പക്ഷേ പകരം എന്താണ് എനിക്ക് സമ്മാനിക്കുന്നത്? രാക്ഷസൻ ഒരു നിമിഷം ആലോചിച്ചു. തൻ്റെ കൈവശം ഒരു മാന്ത്രിക വടിയുണ്ട്. മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ജീവിപ്പിക്കാൻ ആ ദണ്ട് മതിയാവും. ശരി, ആ ദണ്ട് എനിക്ക് തരണം, പകരം വീണ നിങ്ങൾക്ക്, ശൂരാനന്ദൻ പറഞ്ഞു. രാക്ഷസൻ മാന്ത്രികദണ്ട് ശൂരാനന്ദന് നൽകി. ശൂരാനന്ദൻ വീണ്ടും തൻ്റെ മാന്ത്രിക വാളെടുത്തു. രാക്ഷസന്റെ തല മണ്ണിലുരുണ്ടു. ശൂരാനന്ദൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇനി യാത്രക്കിടയിൽ മധുകരികയെ വിളിക്കേണ്ട എന്നവൻ കരുതി. കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. പുഷ്കലദേശത്തെത്തി തൻ്റെ ശയനമുറിയിൽ വീണയും വാളും ഭരണിയും മാന്ത്രികദണ്ഡും ഒളിപ്പിച്ച് അവൻ സാധാരണ ജീവിതം ആരംഭിച്ചു. ചില ദിവസങ്ങളിൽ രാത്രി ആരും അറിയാതെ അവൻ ആ ദേവവീണ വായിക്കുമായിരുന്നു. അപ്പോഴൊക്കെ മധുകരിക അവൻ്റെ സമീപത്തെത്തുകയും ചെയ്തിരുന്നു. ശൂരാനന്ദൻ്റെ സഹോദരി കലാപൂർണിമ ഒരു നാൾ തൻ്റെ സഹോദരൻ്റെ മുറി വൃത്തിയാക്കിയ വേളയിൽ ആ മുറിയിലുണ്ടായിരുന്ന പല കൗതുക വസ്തുക്കളും കണ്ടു. അവയിൽ കലാപൂർണിമയ്ക്ക് ഏറ്റവും ഇഷ്ടമായത് ആ വീണയായിരുന്നു. അവൾ ആ വീണ കയ്യിലെടുത്ത് മെല്ലെ ഒരു രാഗം വായിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു ദേവകന്യക പ്രത്യക്ഷപ്പെട്ടു. കലാപൂർണിമ ആകെ പരിഭ്രമിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ആ വീണ അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. മധുകരികയ്ക്ക് അതൊട്ടും പിടിച്ചില്ല. വെറുതെ കളിയായി തന്നെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചതിൽ അവൾക്ക് വല്ലാത്ത കോപം തോന്നി. ഇനി താൻ ഈ വീണാനാദം കേട്ട് വരുന്നതല്ല എന്ന് നിശ്ചയിച്ച് അവൾ ആ വീണ നിലത്തിട്ട് തകർത്ത് കളഞ്ഞു. അതിനുശേഷം വേദനയോടെ അവൾ മറഞ്ഞു. ശൂരാനന്ദൻ മടങ്ങി വന്നു നോക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട വീണ തകർന്നു കിടക്കുന്നത് കണ്ടു. വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ അയാൾ ആ സത്യം മനസ്സിലാക്കി. തൻ്റെ മധുകരിക ഇനി വരില്ല. ശൂരാനന്ദൻ നേരെ ദേവലോകത്തേക്ക് യാത്ര തിരിച്ചു. പക്ഷേ മനുഷ്യരെ അവിടേക്ക് പ്രവേശിപ്പിക്കില്ല. തടയാനെത്തിയവർക്ക് നേരെ ശൂരാനന്ദൻ തൻ്റെ മാന്ത്രികവാൾ ഉയർത്തി. അതോടെ ദേവസൈന്യം ശിഥിലമായി. ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു.
ശൂരാനന്ദൻ ദേവേന്ദ്രന്റെ സന്നിധിയിലെത്തി. ഏറെ വിനയത്തോടെ അയാൾ തൻ്റെ കഥ ദേവേന്ദ്രനോട് പറഞ്ഞു. തനിക്ക് മധുകരികയെ കൂടാതെ മടങ്ങാനാവില്ല. അവളെ വിവാഹം കഴിച്ച് ഭൂമിയിൽ സമാധാന ജീവിതം നയിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. അതിനുള്ള അനുവാദം നൽകണം. ഒരു ദേവകന്യയ്ക്ക് വേണ്ടി നീ എത്ര പേരെയാണ് വധിച്ചത്? ഇതിനെന്തു ന്യായീകരണം നൽകാനാവും? ദേവേന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു. ശൂരാനന്ദൻ പെട്ടെന്ന് തൻ്റെ കൈവശമുണ്ടായിരുന്ന മാന്ത്രികദണ്ഡ് ഉയർത്തി മരിച്ചുകിടന്ന ദേവസൈനികർക്ക് നേരെ നീട്ടി. അതോടെ സൈനികരെല്ലാം എഴുന്നേറ്റ് വന്നു. സന്തുഷ്ടനായ ദേവേന്ദ്രൻ അയാളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു. മധുകരികയോടൊത്ത് അയാൾ ദേവലോകത്തു നിന്ന് മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്രയിലായിരുന്നു അതിഭയങ്കരമായ ആ അപകടമുണ്ടായത്. ദേവലോകത്തിനും ഭൂമിക്കുമിടയിൽ അശങ്കു എന്ന അഗ്നിപർവ്വതം പുക തുപ്പാൻ തുടങ്ങി. തുടർന്ന് അത് പൊട്ടിത്തെറിച്ചു. മേഘമാലകളിൽ വരെ പുകപടലം നിറഞ്ഞു. ചൂടിലാവ പുറത്തേക്കൊഴുകി. അഗ്നിവലയങ്ങൾക്കു നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ ശൂരാനന്ദനും മധുകരികയും വിഷമിച്ചു. തൻ്റെ കൈവശമുള്ള ഒരു അത്ഭുത വസ്തുവിനും തന്നെ രക്ഷിക്കാനാവില്ല എന്ന് ശൂരാനന്ദന് മനസ്സിലായി. അയാൾ ശ്രീ പരമേശ്വരനെ ഉള്ളഴിഞ്ഞു വിളിച്ചു. ശൂരാനന്ദനെ കാണാതെ അയാളുടെ സഹോദരന്മാരും അച്ഛനമ്മമാരും വിഷമിച്ചു. ദേവലോകത്തേക്കെന്നും പറഞ്ഞ് യാത്ര തിരിച്ചതാണ് മകൻ. പക്ഷേ പിന്നീട് അവനെപ്പറ്റി ഒരു വിവരവും കേട്ടിട്ടില്ല. അവൻ ദേവലോകത്തെത്തിയോ എന്നറിയില്ല. തങ്ങളുടെ മകനെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നവർക്ക് തോന്നി. ആ സമയം ഈശ്വരാനുഗ്രഹം എന്നല്ലാതെ എന്തു പറയേണ്ടു? വിക്രമാദിത്യ ചക്രവർത്തിയെ സമീപിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് അവർക്ക് തോന്നി. 4 മാസക്കാലം ഉജ്ജയിനിയിൽ പ്രജാക്ഷേമ തൽപരനായി വാഴുന്ന വിക്രമാദിത്യന് മുന്നിൽ ശൂരാനന്ദനെ പറ്റിയുള്ള വാർത്ത എത്തി. അയാളുടെ മാതാപിതാക്കൾ വിക്രമാദിത്യനെ നേരിട്ട് കണ്ട് സങ്കടമുണർത്തിക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ വേതാളത്തിൻ്റെ പുറത്തു കയറി നേരെ ദേവലോകത്തേക്ക് പുറപ്പെട്ടു. ദേവേന്ദ്രനെ നേരിൽ കണ്ട് അദ്ദേഹം വിവരങ്ങൾ പറഞ്ഞു. അശങ്കുപർവ്വതം കോപിച്ചാൽ ശാന്തമാകാൻ പ്രയാസമാണ്. ആ അഗ്നിജ്വാലകളിലേക്ക് എടുത്തു ചാടാൻ കഴിവുള്ള ധീരന് മാത്രമേ അഗ്നിയെ ശാന്തമാക്കാൻ കഴിയൂ. സ്വജീവിതം പണയപ്പെടുത്തി വേണം ആ സാഹസത്തിന് മുതിരാൻ. വിക്രമാദിത്യൻ നേരെ ഭൂമിയിലേക്ക് തിരിച്ചു. തീതുപ്പി നിൽക്കുന്ന അഗ്നിപർവ്വതം. ജ്വാലകൾക്ക് നടുവിൽ പരിക്ഷീണരായി കഴിയുകയായിരുന്നു ശൂരാനന്ദനും മധുകരികയും. വിക്രമാദിത്യൻ നേരെ ആ അഗ്നിജ്വാലയിലേക്ക് കുതിച്ചു. അദ്ദേഹം ചെന്നിറങ്ങിയത് നാഗലോകത്തായിരുന്നു. വിക്രമാദിത്യൻ അവിടെയുള്ള ശിവാലയത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചു. ആ സമയം നാഗരാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ എത്തി. അഗ്നിപർവ്വതത്തെ അടക്കാനുള്ള വിദ്യ അദ്ദേഹം ഉപദേശിച്ചു. നാഗരാജാവ് നൽകിയ അത്ഭുതരത്നവുമായി വിക്രമാദിത്യൻ മടങ്ങിയെത്തി. ആ രത്നം അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ ക്ഷണത്തിൽ തീജ്വാലകൾ ഉള്ളിലേക്ക് വലിഞ്ഞു. ചൂടകന്നു. ശൂരാനന്ദനും മധുകരികയും വിക്രമാദിത്യ ചക്രവർത്തിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. കഥ ഇവിടെ നിർത്തിയിട്ട് സാലഭഞ്ജിക ഭോജരാജാവിന് നേരെ തിരിഞ്ഞു ചോദിച്ചു. ഇത്രയേറെ ധീരതയും സാഹസബുദ്ധിയുമുള്ള മറ്റൊരു ഭരണാധികാരി ലോകചരിത്രത്തിലുണ്ടോ എന്ന് അങ്ങ് ആലോചിച്ചു നോക്കുക. അതിനുശേഷം ഈ സിംഹാസനമേറാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതല്ലേ വിവേകം? ഭോജരാജാവ് ഒന്ന് പുഞ്ചിരിച്ചതിനു ശേഷം പിറ്റേന്നു കാണാമെന്ന് പറഞ്ഞ് പരിവാരങ്ങളോടൊപ്പം തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി.